നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പുതിയ അധ്യായം കടന്നു വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ബന്ധങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളുമൊക്കെ കൂടുതൽ ശക്തമാവുകയും അവിടെ പരസ്പര ധാരണ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് കൂടുതൽ സ്നേഹവും പരിഗണനയുമൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് ഈ ഒരു സമയം സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ വളരെയധികം ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്ക് പലതിലും ഒരു തുടക്കമുണ്ടാവുന്നുണ്ട്. നിങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും ഒരു പ്രകാശം വന്ന് ചേരുന്നുണ്ട്. പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിങ്ങൾ മടി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് അവിടെ നിങ്ങൾക്ക് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചായാലും അല്ലെങ്കിൽ എന്തെങ്കിലും സത്യങ്ങളായാലുമൊക്കെ അത് മറ്റുള്ളവരോട് തുറന്ന് പറയാനായിട്ട് ഭയപ്പെടുന്ന, അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ ഒരു ധൈര്യം ഇല്ലാത്തതായിട്ടൊക്കെയുള്ള ഒരു അവസ്ഥ പലർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടാവുന്നതാണ്. നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു ഭയവുമില്ലാതെ ധൈര്യത്തോടെ എന്ത് കാര്യവും പറയാനും ചെയ്യാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും മനസ്സിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ആവേശം വളരെ ശക്തമായിട്ട് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ കരിയറിലോ വ്യക്തി ജീവിതത്തിലോ ഒക്കെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാനായിട്ട് ഇനിയൊട്ടും താമസമില്ലെന്നാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ കഴിവുകളും ആത്മവിശ്വാസവും നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ പരിശ്രമങ്ങൾ കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടുമൊക്കെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും പുതിയ തുടക്കങ്ങളാണ്. പുതിയൊരു ബിസിനസ് ആരംഭിക്കാനോ പുതിയ ഒരു ഉയർന്ന ജോലിയിൽ പ്രവേശിക്കാനോ ഉള്ള മികച്ച അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ്. നിങ്ങളുടെ കഴിവുകൾക്ക് അർഹിക്കുന്ന അംഗീകാരവും പ്രശംസയും ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ സാമ്പത്തികമായി വളരെ അനുകൂലമായ ഒരു സമയമാണ് നിങ്ങളെ തേടി എത്തുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഊർജ്ജത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ കൈകളിൽ ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകളിലും ബുദ്ധിശക്തിയിലുമൊക്കെ പൂർണ്ണമായ ആത്മവിശ്വാസം നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സമയമാണിത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് വളരെ ആകർഷകമായ സ്വഭാവത്തിന് ഉടമകളാണ് നിങ്ങൾ എന്നുള്ളതാണ്. വിചാരിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. അതുപോലെ പ്രതിസന്ധികൾ വന്നു ചേരുമ്പോൾ അവിടെ തളർന്നിരിക്കാതെ പുതിയ വഴികൾ തിരഞ്ഞെടുത്ത്
മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശ്രമിക്കാറുള്ളത്. ഇവിടെ നിങ്ങളിലേക്ക് മാനസികവും ശാരീരികവുമായ വലിയൊരു പോസിറ്റീവ് എനർജി കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മുടങ്ങിപ്പോയ പല കാര്യങ്ങളും വീണ്ടും ആരംഭിക്കാനുള്ള അവസരങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. വിദേശ പഠനത്തിനോ ജോലിക്കോ ഒക്കെയുള്ള അവസരങ്ങളും നിങ്ങളെ തേടി എത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കൂടാതെ ഒന്നിലധികം വഴികളിൽ കൂടി സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. പഴയ കടങ്ങൾ വീട്ടാനും പുതിയതായിട്ട് നിക്ഷേപങ്ങൾ തുടങ്ങാനുമൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതേപോലെ ഇവിടെ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് മുന്നേറി വന്നിട്ടുള്ള ആളുകളാണ്. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ പലതും നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടിയതല്ല, മറിച്ച് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ്. ഇവിടെ ചെറിയ അവസരങ്ങളെപ്പോലും വിലമതിച്ച് കാണുകയും അതിൽ നിന്നും പഠിച്ച് അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തി ജീവിതം എങ്ങനെയും മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ ഇവിടെ നിങ്ങളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു പ്രശ്നത്തിന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തത കിട്ടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അറിയാത്തതും ചെയ്യാത്തതുമായ ഏതെങ്കിലും ഒരു മോശം കാര്യത്തിൽ ആരെങ്കിലും നിങ്ങളെ അകപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കതിൽ ഒരു പങ്കുമില്ല, അല്ലെങ്കിൽ നിങ്ങളല്ല അത് പറഞ്ഞത് ചെയ്തത് എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ പക്കൽ ഒരു തെളിവും ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം ഉള്ളത്. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ നിരന്തരമായിട്ടുള്ള ആരോപണങ്ങൾ മൂലം ആ ഒരു തെറ്റ് നിങ്ങൾക്ക് സ്വയം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ തീർച്ചയായിട്ടും അതിൻ്റെ യാഥാർത്ഥ്യം പുറത്ത് വരാനായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ സത്യം പുറത്ത് വരാനായിട്ട് പോവുകയാണ്. അവിടെ യഥാർത്ഥ കുറ്റക്കാർ ആരാണെന്നും നിങ്ങൾ നിരപരാധിയാണെന്നും എല്ലാവരുടെയും മുന്നിൽ തെളിയിക്കാനുള്ള അവസരങ്ങൾ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.